ഹായ്, എല്ലാവർക്കും ബിനൂസ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യായാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു കാര്യം, വാമപ്പ്. വ്യായാമത്തിന് നിങ്ങളുടെ ശരീരം തയ്യാറാകുന്നതിനും പരിക്കിന്റെ സാധ്യത കുറയ്ക്കുന്നതിനും നിങ്ങളുടെ മൊത്തത്തിലുള്ള പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും നല്ലൊരു വാമപ്പ് അത്യാവശ്യമാണ്. ഈ വീഡിയോയിൽ കാർഡിയോ, സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ യോഗ ഏത് വ്യായാമത്തിന് മുമ്പും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഫലപ്രദമായ ഒരു വാമപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വ്യായാമത്തിന് നമ്മുടെ ശരീരത്തെ ശരിയായ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വാമപ്പ് എന്താണ്? എ വാമപ്പ് ഈസ് എ സീരീസ് ഓഫ് ലോ ഇന്റൻസിറ്റി മൂവ്മെന്റ്സ് ഡിസൈൻഡ് ടു ഗ്രാജുവലി ഇൻക്രീസ് യുവർ ഹാർട്ട് റേറ്റ്, blood circulation and range of motion. It prepares your muscle, joints and cardiovascular system for more intense activity and helps you mentally transition into your workout. അതുകൊണ്ട് വാമപ്പ് ഒഴിവാക്കുന്നത് മസിൽ സ്ട്രെയിൻ, ജോയിന്റ് ഇഞ്ചുറീസ് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ പ്രകടനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു നല്ല വാമപ്പിൽ 3 പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നു: ജനറൽ മൂവ്മെന്റ്, കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉറപ്പാക്കൽ; ഡൈനാമിക് സ്ട്രെച്ചിങ് ടു ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൊബിലിറ്റി; മൂവ്മെന്റ് സ്പെസിഫിക് എക്സസൈസ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന വ്യായാമത്തിനായി നിങ്ങളുടെ പേശികളെ തയ്യാറാക്കൽ. ഏതൊരു വർക്കൗട്ടിന് മുമ്പും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന സിമ്പിൾ ആൻഡ് ഈസി വാമപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തയ്യാറാണോ? ഫ്ലെക്ഷൻ എക്സ്റ്റൻഷന് ശേഷം നമുക്ക് ബേസിക് മൂവ്മെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. ബേസിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സ്ക്വാട്സ്, ലഞ്ചസ് ആൻഡ് പുഷപ്പ്. ബേസിക് മൂവ്മെൻറ്റ്സിന് ശേഷം ഹൈ ഇൻറ്റൻസിറ്റി, ലോ ഇൻറ്റൻസിറ്റി മിക്സ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ജമ്പിങ് ജാക്സ് ചെയ്യാം. ജിമ്മിലാണെങ്കിൽ ഒരു ട്രെഡ്മില്ലിലോ സ്പിൻ ബൈക്കിലോ ഇത് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നമ്മുടെ വർക്കൗട്ടിലേക്ക് നമുക്ക് കടക്കാം. സ്ട്രെങ്ത് ട്രെയിനിങ്ങോ യോഗയോ കാർഡിയോ ഏതുമായിക്കോട്ടെ. അടുത്തൊരു കൂൾ ഡൗൺ പ്രോസസ്സാണ്. കൂൾ ഡൗൺ പ്രോസസ്സിൽ ലോ ഇൻറ്റൻസിറ്റി കാർഡിയോ വർക്കൗട്ടാണ് ചെയ്യേണ്ടത്. വീട്ടിലാണെങ്കിൽ ജോഗിങ് ഇൻ പ്ലേസ് ചെയ്യാം. ജിമ്മിലാണെങ്കിൽ ട്രെഡ്മില്ലിൽ ചെയ്യാം. അടുത്ത സ്ട്രെച്ചിങ് ആണ് ചെയ്യേണ്ടത്. പാസീവ് സ്ട്രെച്ചിങ് ആണ് നമ്മൾ വർക്കൗട്ടിന് ശേഷം ചെയ്യേണ്ടത്. പാസീവ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടോട് കൂടിയ സ്ട്രെച്ചിങ്. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വർക്കൗട്ടിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് കുറയ്ക്കാനും അതുപോലെ മസിൽ ഫോം ചെയ്യുന്ന ലാക്റ്റിക് ആസിഡ് റിമൂവ് ചെയ്യാനും സ്ട്രെച്ചിങ് സഹായിക്കും. സ്ട്രെച്ചിങ് ഒരിക്കലും ഒഴിവാക്കരുത്. വർക്കൗട്ടിന് ശേഷം ഒരിക്കലും സ്ട്രെച്ചിങ് ഒഴിവാക്കരുത്. ചിലർ വർക്കൗട്ടിന് ശേഷം ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ് ചെയ്യുന്നത്. ഡൈനാമിക് സ്ട്രെച്ചിങ് നമ്മൾ വർക്കൗട്ടിന് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടതാണ്. പാസീവ് സ്ട്രെച്ചിങ് ആണ് വർക്കൗട്ടിന് ശേഷം ചെയ്യേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതൊരു വ്യായാമത്തിന് മുമ്പും വാമപ്പ് ചെയ്യാൻ സമയം കണ്ടെത്തുക. ഇതൊരിക്കലും ഒഴിവാക്കരുത്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന വാമപ്പ് എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യുക. ഓർക്കുക, വാമപ്പ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സ്ട്രോങ്ങർ യു. താങ്ക് യു.